തോറ്റ മത്സരം തിരിച്ചു പിടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരിക്കലും ഇന്നത്തെ മാച്ച് ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കില്ലായിരുന്നു. ലാസ്റ്റാണ് ഇന്ത്യ കളി തിരിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഹർഷിത് റാണയ്ക്കാണ്. ഒരൊറ്റ ഓവറാണ് കളി മാറ്റിയത്. അതുപോലെ വരുൺ ചക്രവർത്തിയും. ഇപ്പോഴിതാ ഇന്നത്തെ മാച്ച് ജയിച്ച് സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഇന്ത്യ നാലാമത്തെ T20 ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. 3-1 ഇന്ത്യ പരമ്പര നേടിയത്. ഇന്ന് കളി ജയിച്ച് സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കളി തോറ്റെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഹർഷിത് റാണയാണ് കളി തിരിച്ചത്. ഹർഷിതിനെ ഇനി എല്ലാ മാച്ചിലും കളിപ്പിക്കണം. അവനാണ് ഇന്ത്യയുടെ വിജയശില്പി. മികച്ചൊരു ബൗളർ ടീമിലുണ്ടെങ്കിൽ ഏത് തോൽക്കേണ്ട മത്സരവും വിജയിപ്പിക്കാമെന്ന് ഹർഷിത് ഇന്ന് കാട്ടിത്തന്നു. ഞങ്ങൾ ഇന്ന് ബാറ്റിംഗിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ പാണ്ഡ്യയും ശിവദൂബയുമാണ് ഇന്ത്യൻ ടീമിനെ രക്ഷക്കെത്തിയത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് അവരോടാണ്. സഞ്ജു, തിലക്, ഞങ്ങൾക്ക് ഇന്ന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പരമ്പര നേടിയതിൽ സന്തോഷമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ട് പരമ്പര നേടണം. അതായിരുന്നു എൻ്റെയും കോച്ച് ഗംഭീറിൻ്റെയും ആഗ്രഹം. അതങ്ങനെ സഫലമായിരിക്കുകയാണ്. കോച്ച് ഗംഭീറിനോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. അതുപോലെ കീപ്പറായ സഞ്ജുവിനോടും. സഞ്ജു ഒരുപാട് കാര്യങ്ങൾ ബൗളേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും അടുത്ത T20യിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ അടുത്തൊരു കളി കൂടി ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് നാണം കെട്ടിരിക്കുകയാണ്. അവർക്കിനി പരമ്പര നേടാൻ സാധിക്കില്ല. ഇനി വേണമെങ്കിൽ ഒരു ആശ്വാസ ജയത്തിന് 5ാമത്തെ T20 ജയിക്കാം. എന്തായാലും ഇന്ത്യ ഇന്ന് ബൗളിംഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ന് കളി ജയിക്കാൻ കാരണം അത് ബൗളേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ വിജയത്തിന്റെ ക്രെഡിറ്റ് ബൗളേഴ്സിനുള്ളതാണ്. സഞ്ജു ഇന്ന് ഫോം ആകാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ട്. അതുപോലെ സഞ്ജു കീപ്പിംഗിലും മോശമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.